ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്സ്. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ചതിൽ വിവാദം. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വാഹനത്തിൽ നിന്ന് പെട്ടി താഴെയിറക്കി പരിശോധിച്ചു. പരിശോധന ഏകപക്ഷീയമാണെന്ന് നേതാക്കൾ. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണം, 40ഓളം പേർക്ക് പരിക്ക്. ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റി ഇസ്രയേൽ. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. അറബ് രാഷ്ട്ര തലവന്മാരുമായി ഫോണിൽ സംസാരിച്ച ട്രംപ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന തുടരുന്നു. മരിച്ചവരിൽ ഡോക്ടർമാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 10 പേരെന്ന റിപ്പോർട്ട്. മരണസംഖ്യ ഉയരുമെന്നതിൽ ആശങ്ക. മൃതദേഹം ഏറ്റുവാങ്ങാൻ പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി. അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ച കേന്ദ്രം. വ്യോമഗതാഗത സുരക്ഷ ചർച്ച ചെയ്യൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കടലാക്രമണത്തിനും സാധ്യത. UDFന്റെ വെൽഫെയർ പാർട്ടി പിന്തുണയെ വിമർശിക്കുന്ന CPIM നിലപാട് രാഷ്ട്രീയ കാപട്യമാണെന്ന് നാസർ ഫൈസി കൂടത്തായി. LDFും ജമാഅത്ത് ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാകുന്നില്ലെന്നും സമസ്ത നേതാവ്. കോഴിക്കോട് സ്ത്രീകളുടെ താമസ സ്ഥലത്ത് ഒളിക്യാമറ വെച്ച സ്വകാര്യ ലാബ് നടത്തിപ്പുകാരൻ കസ്റ്റഡിയിൽ. സംഭവം കുറ്റ്യാടി അരീക്കരയിൽ. അരീക്കര സ്വദേശി അസ്ലമിനെ പിടികൂടിയത് നാട്ടുകാർ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ജയപ്രതീക്ഷയിൽ ദക്ഷിണാഫ്രിക്ക. 282 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്ക 2 വിക്കറ്റിന് 213 റൺസ് എന്ന നിലയിൽ. എയ്ഡൻ മാർക്രത്തിന് സെഞ്ചുറി. 8 വിക്കറ്റ് ബാക്കി നിൽക്കെ ജയിക്കാൻ വേണ്ടത് 69 റൺസ്.